ഹലോ അസ്സലാമു അലൈക്കും. ഫൈനലി അങ്ങനെ ഞാൻ റിയാദിൽ പോവാണ്. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചി ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉമ്മയും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതാ കോഴിയടയുടെ പണിയിലാണ്. നല്ല ബുദ്ധിമുട്ടാണല്ലേ കോഴിയട ഉണ്ടാക്കാൻ. അപ്പോൾ ഉമ്മച്ചി അതിൻ്റെ പണികളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഉന്നക്കായയും പത്തിരിയും ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉന്നക്കായ ഇവിടുത്തെ ഇക്കാക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഉന്നക്കായും അതുപോലെ നല്ല നൈസ് പത്തിരിയൊക്കെ പടുത്തുന്നുണ്ട്. നമുക്ക് ഹെൽപ്പിന് ഒരു താത്തയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ ഇവിടുത്തെ ഉപ്പാക്ക് ചുക്കപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉമ്മച്ചി അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊന്ന് റൗണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല കിണ്ണാറൊട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മാവൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരേ സമയം കിണ്ണാറൊട്ടി വേവിക്കുന്നുണ്ട്, നല്ല ചുക്കപ്പം ചുടുന്നുണ്ട്, അങ്ങനെ എല്ലാ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിപ്പയർ ആയി വരുന്ന സംഭവങ്ങൾ നമ്മൾ ടേബിളിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രോസൺ ആക്കാൻ വേണ്ടിയിട്ട് കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ. എൻ്റെ മാമാടെ മോനും അവരുടെ വൈഫ് പിന്നെ അവരുടെ സിസ്റ്ററിൻ്റെ മോനൊക്കെ കൂടിയിട്ട് ജസ്റ്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായയും പലഹാരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം നമ്മൾ വീണ്ടും കോഴിയടയുടെ പരിപാടിയിലേക്ക് കടന്നിട്ട് എനിക്കിതിൻ്റെ ഈ മടക്ക് തീരെ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി അതൊക്കെ പൊരിക്കുന്ന തിരക്കിലാണ്. നല്ല പണിയായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന തിരക്കിൽ. അതിൻ്റെ ഇടയിൽ ബാഗിൽ വെയിറ്റ് നോക്കൽ 30 കിലോനാണുള്ളത്. അപ്പോൾ അത് നോക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കസിൻസ് വരുന്നത്. ഇത് വേറെ മാമാടെ മക്കളാണ്. ഇവർ രണ്ടുപേരും ഇവരിലൊരാളും ദുബായിൽ പോവുകയാണ്. അപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്കും ജസ്റ്റ് മുട്ടപ്പത്തിരിയും പിന്നെ ചിക്കൻ ചട്ടിപ്പത്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ 5:30 നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ചെക്കിൻ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നേരെ നിസ്കാര റൂമിൽ പോയിട്ട് നിസ്കാരമൊക്കെ കഴിച്ചിട്ടോ. നിസ്കാരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഗേറ്റ് 1 വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് വന്നു. പക്ഷേ ഒരുപാട് ഡിലേ വന്നിട്ട് 2 hours ഡിലേ ആയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത്. നമ്മൾ ഫൈനലി റിയാദ് എയർപോർട്ടിലെത്തി. അവിടേക്ക് ഹസ്ബൻഡും അവരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിൽ കയറി കേട്ടോ. അപ്പോൾ ഇത്ര വിശേഷങ്ങളുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.